നിങ്ങളൊരു സ്ത്രീക്ക് എല്ലാ സ്നേഹവും ബഹുമാനവും കെയറും നൽകിയിട്ടും അവസാനം നീ എനിക്കൊരു നല്ല സുഹൃത്തു മാത്രമാണ് എന്ന് കേട്ട് ഫ്രണ്ട് സോൺ എന്ന ബ്ലാക്ക് ഹോളിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര നൈസ് ഗായായി പെരുമാറിയിട്ടും അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് ഒരു വിലയും കൽപ്പിക്കാത്ത അറഗന്റായ ചില ബാഡ് ബോയ്സിന്റെ പിന്നാലെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണിതിന് കാരണം? പെൺകുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും, അവർക്ക് വേണ്ടത് ഇമോഷണലി ഇന്റലിജന്റായ, അവരെ മനസ്സിലാക്കുന്ന, ബഹുമാനിക്കുന്ന, കെയറിംഗ് ആയ ഒരു പുരുഷനെയാണ് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ അട്രാക്ട് ആകുന്നത് പലപ്പോഴും തികച്ചും വ്യത്യസ്തരായ പുരുഷന്മാരോടാണ്. എന്തുകൊണ്ടാണ് ഈ ഞെട്ടിക്കുന്ന വൈരുദ്ധ്യം? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന, അവർ ഒരിക്കലും പുറത്തു പറയാത്ത 3 ഡാർക്ക് ഫാന്റസീസിനെ കുറിച്ചാണ്. ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം എന്തുകൊണ്ടാണ് ചില പുരുഷന്മാർക്ക് മാത്രം സ്ത്രീകളെ അനായാസം ആകർഷിക്കാൻ കഴിയുന്നതെന്നും നിങ്ങൾക്കെങ്ങനെ ആ പവർ സ്വന്തമാക്കാമെന്നും ഒരു നൈസ് ഗായിൽ നിന്ന് ഒരു ഹൈ വാല്യൂ മാനായി എങ്ങനെ മാറാമെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. വായിക്കാൻ സമയമില്ലെന്ന പരാതി ഇനി വേണ്ട. മലയാളത്തിലെ മികച്ച ഓഡിയോ ബുക്ക് സമ്മറി ആപ്പായ ധ്വനി വായനയിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താനും ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ ഊർജ്ജസ്വലത നേടാനുമുള്ള ആയിരക്കണക്കിന് സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ സമ്പൂർണ്ണ സംഗ്രഹം സമ്മറി നിങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ കേൾക്കാം. ഡെയിൽ കാർനെഗി, സ്റ്റീഫൻ കവി തുടങ്ങിയ ലോകപ്രശസ്തരുടെ പാഠങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ കേട്ടറിയൂ. യാത്ര ചെയ്യുമ്പോഴോ മറ്റു ജോലികളിൽ ഏർപ്പെടുമ്പോഴോ കേൾക്കാൻ സാധിക്കുന്ന ഈ ഓഡിയോ സമ്മറികളിലൂടെ മികച്ച തീരുമാനങ്ങൾ എടുക്കാനും ജീവിത വിജയം കൈവരിക്കാനും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാനും ധ്വനി നിങ്ങളെ സഹായിക്കുന്നു. ദ ഗ്രേറ്റ് കോൺട്രഡിക്ഷൻ. ആദ്യം നമ്മൾ ആ വൈരുദ്ധ്യം മനസ്സിലാക്കണം. സ്ത്രീകൾ നൈസ് ഗൈസിനെ വേണം എന്ന് പറയുന്നത് കള്ളം പറഞ്ഞിട്ടല്ല. സോഷ്യൽ കണ്ടീഷനിംഗ് അനുസരിച്ചും ഒരു ജീവിത പങ്കാളിയെ ലോങ് ടേമിൽ തിരഞ്ഞെടുക്കുമ്പോഴും അവർക്ക് വേണ്ടത് സുരക്ഷിതത്വം നൽകുന്ന വിശ്വസ്തനായ ഒരാളെ തന്നെയാണ്. പക്ഷേ അട്രാക്ഷൻ എന്നത് ഒരു ലോജിക്കൽ ചോയ്സ് അല്ല, അതൊരു ഇമോഷണൽ റെസ്പോൺസ് ആണ്. അത് നമ്മുടെ തലച്ചോറിന്റെ പ്രിമിറ്റീവ് ഭാഗത്താണ് സംഭവിക്കുന്നത്. അവിടെ ലോജിക്കിനൊരു സ്ഥാനവുമില്ല. അവിടെയാണ് നമ്മൾ പറയാൻ പോകുന്ന ഈ 3 ഫാന്റസീസ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾ പറയുന്ന ക്വാളിറ്റീസ്, അതായത് അണ്ടർസ്റ്റാൻഡിംഗ്, കെയറിംഗ്, റെസ്പെക്ട്, ഇതെല്ലാം അവർക്ക് വേണ്ടത് തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ ഈ ക്വാളിറ്റീസ് എല്ലാം അവർക്ക് വേണ്ടത് നമ്മൾ പറയാൻ പോകുന്ന ഈ 3 ആഴത്തിലുള്ള ഫാന്റസീസ് തൃപ്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു പുരുഷനിൽ നിന്നാണ്. ഈ ഫ്രെയിംവർക്ക് ഇല്ലാതെ നിങ്ങൾ എത്ര നൈസ് ഗായ് ആയിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങൾ അവളുടെ ഫ്രണ്ട് സോണിൽ മാത്രമായി ഒതുങ്ങും. ഒരു പ്രധാന മുന്നറിയിപ്പ്: ഇത് സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അവരെ മോശക്കാരായി ചിത്രീകരിക്കാനോ ഉള്ള ഒരു വിധിയല്ല, മറിച്ച് ഫീമെയിൽ സൈക്കോളജിയുടെ ആഴത്തിലുള്ള, ആരും പറയാൻ മടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഈ അറിവ് സത്യസന്ധമായി ആരോഗ്യകരമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഫാന്റസി 1: ദി അൺഷേക്കബിൾ മാൻ. ഒരു സ്ത്രീക്ക് നിങ്ങളോട് അതിയായ അട്രാക്ഷൻ തോന്നി തുടങ്ങുമ്പോൾ അവൾ സ്വാഭാവികമായി നിങ്ങളുടെ കൂടുതൽ ടൈം, അറ്റൻഷൻ, എനർജി എന്നിവ ആവശ്യപ്പെടും. അവൾ നിങ്ങളുടെ ലോകത്തിന്റെ കേന്ദ്രബിന്ദുവാകാൻ ശ്രമിക്കും. എന്നോട് സംസാരിക്ക്, നമുക്ക് സിനിമയ്ക്ക് പോകാം, നീ എന്താ എന്നെ കോൾ ചെയ്യാത്തത് എന്നിങ്ങനെ പരാതികളും ആവശ്യങ്ങളും തുടങ്ങും. ഇവിടെയാണ് 99% പുരുഷന്മാർക്കും തെറ്റുന്നത്. ഒരു നൈസ് ഗായ് എന്തു ചെയ്യും? അവൻ സ്നേഹം കാണിക്കാൻ വേണ്ടി സ്വന്തം സുഹൃത്തുക്കളെ, സ്വന്തം ലക്ഷ്യങ്ങളെ, ജിമ്മിൽ പോക്ക് എന്നിന് സ്വന്തം ജോലിയെ വരെ മാറ്റിവെച്ച് അവളുടെ എല്ലാ ആവശ്യങ്ങൾക്കും യെസ് പറയും. അവൻ പൂർണ്ണമായും അവൾക്ക് വേണ്ടി അവൈലബിൾ ആകും. അവൻ അവളുടെ ഒരു സാറ്റലൈറ്റായി മാറും. ഫലം, കുറച്ചാഴ്ചകൾക്കുള്ളിൽ അവൾക്ക് നിങ്ങളോടുള്ള എല്ലാ അട്രാക്ഷനും നഷ്ടപ്പെടും. കാരണം ഇതാണ്: അവൾ അട്രാക്റ്റ് ആയത് സ്വന്തമായ ഒരു ലോകവും ലക്ഷ്യബോധവുമുള്ള ഡോമിനന്റ് ആയ ഒരു പുരുഷനോടാണ്. നിങ്ങൾ എന്തിനാണ് നോ പറയുന്നത് എന്നറിയാൻ അവൾ നിങ്ങളെ സബ് കോൺഷ്യസ്ലി ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. എപ്പോഴാണോ നിങ്ങൾ സ്വന്തം മിഷൻ അവൾക്ക് വേണ്ടി ഉപേക്ഷിച്ചത്, ആ നിമിഷം നിങ്ങൾ ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷന്റെ ലോകത്തിലേക്ക് അതിഥിയായി പ്രവേശിക്കാനാണ്, അല്ലാതെ ആ പുരുഷന്റെ ലോകം താനായി മാറാനല്ല. എ വുമൻ വാണ്ട്സ് ടു എൻ്റർ എൻ മാൻസ് വേൾഡ്, നോട്ട് ബിക്കം ഹിസ് എൻറ്റയർ വേൾഡ്. നിങ്ങൾ ജിമ്മിലാണെങ്കിൽ അവൾ വിളിക്കുമ്പോൾ ഐ എം ബിസി അറ്റ് ദ ജിം, വിൽ കോൾ യു ഇൻ ആൻ അവർ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. ഇത് അറഗൻസ് അല്ല, ഇത് കോൺഫിഡൻസ് ആണ്. ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതം, നിങ്ങളുടേതായ ഒരു മിഷൻ ഉണ്ട് എന്നാണ്. ആ മിഷനോടുള്ള നിങ്ങളുടെ പാഷൻ കാണുമ്പോൾ അവൾക്ക് ആ മിഷന്റെ ഭാഗമാകാൻ ആഗ്രഹം തോന്നും.
അല്ലാതെ നിങ്ങൾ അവൾക്ക് വേണ്ടി ആ മിഷൻ ഉപേക്ഷിക്കുമ്പോൾ അവൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നു. ഫാന്റസി 2 രഹസ്യത്തിന്റെ ദ ത്രിൽ ഓഫ് ദി ഫോർബിഡൻ. മിക്ക റിലേഷൻഷിപ്സും ബോറിംഗ് ആയിട്ടാണ് ഇല്ലാതാവുന്നത്. എല്ലാം പ്രെഡിക്റ്റബിൾ ആവുന്നു. ഒരേ സംസാരം, ഒരേ സ്ഥലങ്ങൾ, ഒരേ തമാശകൾ. അവിടെയാണ് ഈ രണ്ടാമത്തെ ഫാന്റസി വരുന്നത്. സൈക്കോളജിയിൽ റിയാക്റ്റൻസ് തിയറി എന്നൊരു സിദ്ധാന്തമുണ്ട്. അതായത് ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് അരുതാത്തതാണെന്ന് തോന്നിയാൽ, അത് ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹം 10 മടങ്ങ് വർദ്ധിക്കും. ഒരു മതിലിൽ ഇവിടെ തുടരുത് എന്ന് എഴുതി വെച്ചാൽ നമ്മുടെ കൈ അങ്ങോട്ട് തന്നെ പോകും. സ്ത്രീകളുടെ സൈക്കോളജിയിൽ ഈ ത്രിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ ഒരു ക്രിമിനൽ ആകണമെന്നോ നിയമം ലംഘിക്കണമെന്നോ അല്ല, മറിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ അല്പം മിസ്റ്ററിയും ആന്റിസിപ്പേഷനും, അതായത് അക്ഷമയോടെയുള്ള കാത്തിരിപ്പും കൊണ്ടുവരണം. നിങ്ങൾക്കിടയിൽ മറ്റാർക്കും അറിയാത്ത ഒരു സീക്രട്ട് വേൾഡ് സൃഷ്ടിക്കണം. ഉദാഹരണത്തിന് ഷെയർഡ് സീക്രറ്റ്സ്. ആളുകൾക്കിടയിൽ വെച്ച് മറ്റാരും കാണാതെ അവളോട് മാത്രം കേൾക്കാൻ പാകത്തിൽ ഒരു രഹസ്യം പറയുക, അല്ലെങ്കിൽ മറ്റാർക്കും മനസ്സിലാവാത്ത ഒരു ഇൻസൈഡ് ജോക്ക് പറയുക. ഇത് നമ്മൾ മാത്രമെന്ന ഒരു ബബിൾ സൃഷ്ടിക്കും. പ്ലേഫുൾ ടീസിംഗ്. തമാശ രൂപേണ പറയുക, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്നത് കുറച്ച് റിസ്കിയാണ് കേട്ടോ എന്ന്. ഇത് നിരുപദ്രവകരമായ ഒരു ടെൻഷൻ സൃഷ്ടിക്കും. ബിൽഡ് ആന്റിസിപ്പേഷൻ. എല്ലാ കാര്യങ്ങളും ആദ്യമേ തുറന്നു പറയാതിരിക്കുക. ഒരു ഡേറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അത് എങ്ങോട്ടാണെന്ന് അവസാന നിമിഷം വരെ സർപ്രൈസ് ആക്കി വെക്കുക. നമ്മൾ ഒരുമിച്ച് പിടിക്കപ്പെട്ടാൽ എന്തു ചെയ്യും എന്ന തരത്തിലുള്ള തമാശകൾ, അതെല്ലാം പ്ലേഫുൾ ആയിരിക്കണം. ഇത് ഗെയിംസ് കളിക്കുന്നതല്ല, ഇത് ബന്ധത്തിലെ സ്പാർക്ക് നിലനിർത്തലാണ്. ഈ ഷെയർഡ് സീക്രറ്റ്സ്, ഈ ചെറിയ റിസ്ക്, പിടിക്കപ്പെടുമോ എന്ന ഈ ഭയം, ഇതെല്ലാം സാധാരണ ബന്ധങ്ങളിൽ കിട്ടാത്ത ഒരു എക്സൈറ്റ്മെന്റ് നൽകും. ഇത് അവളെ ഒരു സിനിമയിലെ നായികയെപ്പോലെ സ്പെഷ്യലായി ഫീൽ ചെയ്യിക്കും. ഫാന്റസി 3 സുരക്ഷിതമായ അഡ്വെഞ്ചർ, സേഫ് അൺപ്രെഡിക്റ്റബിലിറ്റി. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വളരെ സ്ട്രോങ്ങും ഇൻഡിപെൻഡന്റുമാണ്. അവർക്ക് കരിയറുണ്ട്, സോഷ്യൽ ലൈഫുണ്ട്, കുടുംബം നോക്കണം. ദിവസവും 100 കണക്കിന് തീരുമാനങ്ങൾ അവർ ഒറ്റയ്ക്കെടുക്കുന്നു. എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്നു മുതൽ അടുത്ത പ്രൊജക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുവരെ. ഈ നിരന്തരമായ ഡിസിഷൻ മേക്കിംഗ് അവരിൽ വലിയ മെന്റൽ ലോഡാണ് ഉണ്ടാക്കുന്നത്. അവരുടെ തലച്ചോർ എപ്പോഴും ഓൺ ആണ്. അവർ എപ്പോഴും അവരുടെ മാസ്കുലിൻ എനർജി, അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ലോജിക് ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: ഒന്നും ആലോചിക്കാതെ പൂർണ്ണമായും റിലാക്സ് ചെയ്യാൻ, സ്വന്തം ഫെമിനിൻ എനർജിയിലേക്ക് മാറാൻ ഒരു അവസരം. അതിന് അവർക്ക് വേണ്ടത് ലീഡ് ചെയ്യാൻ കഴിവുള്ള ഒരു പുരുഷനെയാണ്. ഇവിടെയാണ് നൈസ് ഗൈസ് വീണ്ടും പരാജയപ്പെടുന്നത്. അവർ ചോദിക്കും, നീ പറ, നമുക്കെവിടെ പോകണം? നിനക്കെന്ത് കഴിക്കാനാണ് ഇഷ്ടം? ഞാൻ എന്ത് ഡ്രസ് ഇടണം? ഇത് കേൾക്കുമ്പോൾ കെയറിംഗ് ആണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ഡിസിഷൻ മേക്കിംഗ് എന്ന ഭാരം വീണ്ടും അവളുടെ തലയിലേക്ക് വെച്ചുകൊടുക്കുകയാണ്. ഒരു ഹൈ വാല്യൂ മാൻ എന്തു ചെയ്യുമെന്ന് നോക്കാം. അവൻ പറയും, ഇന്ന് വൈകിട്ട് 6 മണിക്ക് റെഡിയായി നിൽക്കൂ. നിനക്ക് ഇഷ്ടപ്പെട്ട ചുവന്ന ഡ്രസ് ഇട്ടോളൂ. ഞാൻ നിന്നെ ഒരു അടിപൊളി സ്ഥലത്ത് കൊണ്ടുപോകാം. അവൻ റെസ്റ്റോറന്റിൽ എത്തിയിട്ട് മെനു അവൾക്ക് കൊടുത്ത് ചോദിക്കില്ല, എന്തു വേണം? അവൻ പറയും, ഇവിടുത്തെ സ്പെഷ്യൽ പാസ്ത അടിപൊളിയാണ്, നമുക്കത് ട്രൈ ചെയ്യാം. ബില്ല് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യും. ഇത് കൺട്രോളിംഗ് അല്ല, ഇത് ലീഡിംഗ് ആണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് പണത്തെക്കുറിച്ചല്ല, മറിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്ന ഭാരം നിങ്ങൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ്. ഈ ഫാന്റസിയെ സേഫ് അൺപ്രെഡിക്റ്റബിലിറ്റി എന്ന് വിളിക്കാം. അൺപ്രെഡിക്റ്റബിലിറ്റി, നിങ്ങൾ അടുത്തതായി എന്ത് സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് അവൾക്ക് അറിയാൻ പാടില്ല. ഇതാണ് അഡ്വഞ്ചർ ഭാഗം. സേഫ് എന്നാൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കുമെന്ന പൂർണ്ണ വിശ്വാസം അവൾക്ക് വേണം. ഇതാണ് സേഫ് ഭാഗം. നിങ്ങൾ ആ ലീഡർഷിപ്പ് റോൾ ഏറ്റെടുക്കുമ്പോൾ അവൾക്ക് അവളുടെ തലച്ചോർ ഓഫ് ചെയ്ത് ആ നിമിഷം ആസ്വദിക്കാൻ സാധിക്കുന്നു. നിങ്ങൾ നൽകുന്ന ആ സേഫ് സ്പേസിൽ ഒരു അഡ്വഞ്ചർ ആസ്വദിക്കാൻ അവൾക്ക് കഴിയുന്നു. ഇതാണ് ഏതൊരു സ്ത്രീയും ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ എന്താണ് പഠിച്ചത്? ഇത് ടെക്നിക്സിനെ കുറിച്ചല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിനെ കുറിച്ചാണ്. അനുവാദം ചോദിക്കുന്ന, എല്ലാത്തിനും യെസ് പറയുന്ന ഒരു നൈസ് ഗൈ അഥവാ ഒരു പ്ലീസർ എന്നതിൽ നിന്ന് സ്വന്തം മിഷനിൽ ഉറച്ചു നിൽക്കുന്ന, ലീഡ് ചെയ്യാൻ കഴിവുള്ള, എന്നാൽ എക്സൈറ്റ്മെന്റും സേഫ്റ്റിയും ഒരേപോലെ നൽകാൻ സാധിക്കുന്ന ഒരു ഹൈ വാല്യൂ മാൻ അഥവാ ഒരു ലീഡർ ആയി മാറുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ മിഷനിൽ ഉറച്ചു നിൽക്കുക, ഫാന്റസി 1. ബന്ധത്തിൽ മിസ്റ്ററിയും ത്രില്ലും നിലനിർത്തുക, ഫാന്റസി 2.
തീരുമാനങ്ങൾ എടുക്കുക, അവളെ ലീഡ് ചെയ്യുക. ഫാന്റസി 3. ഈ 3 തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിങ്ങൾ സ്ത്രീകളുമായി ഇടപഴകുന്ന രീതി മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുന്നത് നിങ്ങൾക്ക് കാണാം. ഈ 3 ഫാന്റസികളിൽ നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായി തോന്നിയത് ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നൈസ് ഗൈ ആയതുകൊണ്ട് എന്ത് നഷ്ടമാണ് സംഭവിച്ചത്? നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ധൈര്യമായി താഴെ കമന്റ് ചെയ്യൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഇൻസൈറ്റ്സ് നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഡീപ് സൈക്കോളജിക്കൽ ട്രൂത്ത്സ് ഇനിയും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.